ഹലോ ഗായ്സ്. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താന്ന് വെച്ചാൽ കുഞ്ഞയുടെ വീട്ടിന്റെ ഹോം ടൂർ ആണ്. അപ്പം കുറച്ച് കമന്റ്സും പിന്നെ അതുകൂടാത്ത ഫ്രണ്ട്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് അതാണ്. അപ്പൊ വെൽക്കം ടു മൈ ചാനൽ. ഫസ്റ്റ് തന്നെ ഗൈസ് ഇതാണ് കാർ പോച്ച് വരുന്നത്. ദെൻ ഈ സൈഡിലും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഊഞ്ഞാലും ഉണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് നമുക്ക് സൈഡിലോട്ട് പോവാം. ആദ്യമേ ബാക്കും ഫ്രണ്ടും എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്തോട്ട് കയറാം. കാരണം വെട്ടം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയായിട്ട് കാണിക്കാൻ പറ്റത്തില്ലായിരിക്കും. അകത്ത് വെട്ടം പോയാൽ നമുക്ക് നന്നായിട്ട് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് സൈഡിലോട്ട് പോവാം. ബാ. ഈ വഴി നമുക്ക് ഓപ്പണിംഗ് ഉണ്ട് സൈഡിലായിട്ട്. അത് ഞാൻ അകത്ത് കയറുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പം ഇവിടെ ഇങ്ങനെയാണ് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് പാന്റ് ഊരി പോന്നു. അപ്പൊ ഗൈസ് ഇതാണ് വരുന്ന സിറ്റ് ഔട്ട്. ഇതാണ് കോർട്ട്യാർഡ്. അപ്പം ഞാൻ കാണിച്ചു പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. നെക്സ്റ്റ് വരുന്ന ഇതാണ് ഡൈനിങ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു തീം. പിന്നെ നെക്സ്റ്റ് ഞാൻ ആദ്യമേ ഞാൻ കാണിച്ചതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നമുക്ക് ആ വഴി കൂടി ഇവിടെ സൈഡിന് ഒരു ഡോറുണ്ട്. ഇതിൽ കൂടി നമുക്ക് ഡൈനിങ് വരുന്നുണ്ട്. അപ്പം തുറന്നിട്ടിട്ടൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാം. ഒരു ഉച്ച രാവിലെയൊക്കെ ടൈമിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഗൈസ് ഞാൻ കൂടുതൽ മ്യൂസിക് ആഡ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി അതായിരിക്കാം നല്ലത്. വെറുതെ ഞാൻ സംസാരിച്ച് കുളവാക്കണ്ടെന്ന് വെച്ചിട്ടാണ്. പക്ഷെ ഞാൻ വീഡിയോയ്ക്കകത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വോയിസ് ഒന്ന് കട്ട് ചെയ്ത കേട്ടോ. പിന്നെ ഗൈസ് ഇതാണ് വാഷ് ഏരിയ വന്നിട്ട്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ടോയ്ലറ്റും കൂടി ഉണ്ട്. നമുക്ക് ഗസ്റ്റിനൊക്കെ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പോലത്തെ ഒരു ടോയ്ലറ്റും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഗൈസ് കണ്ട് ഇവിടെ നമ്മൾ ഓപ്പൺ കിച്ചൺ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിച്ചണിലോട്ട് പോവാം. കിച്ചൺ കുറച്ച് പേര് എൻ്റെ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് കാണിച്ച് പോവാം. എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് കറക്റ്റായിട്ട് പറയാൻ അറിയത്തില്ല എന്താണ് അതൊക്കെയാണെന്നൊന്നും. ഞാൻ അങ്ങനെ വലുതായിട്ട് പറഞ്ഞ് എക്സ്പീരിയൻസ്ഡും ഇല്ലല്ലോ. സോ അതുകൊണ്ട് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതിൻ്റെതായിട്ടുള്ള പിഴവുകളൊക്കെ കാണും. അപ്പം അതൊക്കെ ക്ഷമിക്കുക. അപ്പം ഞാൻ എല്ലാം കാണിച്ച് പോവാവേ. സെക്കൻഡ് കിച്ചൺ ഇതാണ്. വർക്ക് ഏരിയ പോലെ ചെയ്തിട്ടുള്ളത്, നോർമൽ യൂസിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഗൈസ് നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റൂമിലോട്ട് കയറാം.
അതാണ് മാസ്റ്റർ ബെഡ്റൂം. പിന്നെ നമ്മൾ കുറച്ച് നമ്മുടെ കിച്ചണിൻ്റെ സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ മുകളിലോട്ടാണ് പോകാൻ പോകുന്നത്. ഇവിടെ നമ്മൾ മെയിനിലെത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ നമ്മൾ ഒരു TV യൂണിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട്, നമുക്ക് സോഫയൊക്കെ ഇട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ അങ്ങനെ ഇതായിട്ട് യൂസ് ചെയ്യാം. അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലൈറ്റും സെറ്റപ്പൊക്കെ എനിക്ക് അറിയിട്ടുണ്ട് കറക്റ്റായിട്ട്. ഇതാണ് നമ്മുടെ തിയേറ്റർ. അവിടെയാണ് തിയേറ്ററിൻ്റെ സെറ്റപ്പൊക്കെ സംഭവം. ഫ്ലാഷ് ആണെങ്കിലും ഇഷ്ടം കേട്ടോ. എനിക്കിതിൻ്റെ ലൈറ്റും കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല. ദെൻ ഹിയർ ഹാസ് ദ ബാർ സെറ്റപ്പ്. ഇവിടെ ഇരിപ്പുണ്ട്, ജാക്ക് ഡാനിയൽസ് ഒക്കെ ഇരിപ്പുണ്ട്. ദെൻ ഇവിടെ ഒരു ബാർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, ടിഷ്യൂസും. പിന്നെ അപ്പോൾ തിയേറ്ററിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ബെഡ്റൂം വന്നിട്ടുണ്ട്. ബെഡ്റൂം കാണിച്ചോളൂ. എൻ്റെ ഷോർട്സിൽ നിങ്ങൾ റൂം കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനത്തിൽ. ഞാനൊരു സെറ്റപ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കുട്ടി ഹോം ടൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.